സംസ്ഥാന ബജറ്റിൽ രാജാക്കാടിനോട് പൂർണ്ണ അവഗണനയെന്ന് ആരോപണം. സിപിഎമ്മിന്റെ ഉൾപ്പെടെ സമരം നടന്ന രാജാക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് ബജറ്റിൽ ₹1 പോലും അനുവദിച്ചില്ല. ആശുപത്രിക്ക് പുറമെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ബജറ്റിൽ രാജാക്കാട് അവഗണന നേരിട്ടതായാണ് ആക്ഷേപം. ഇന്നലെ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ഇടുക്കിയിലെ വിവിധ പദ്ധതികൾ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ രാജാക്കാടിന് പൊതുവെ നിരാശയാണ്. രാജാക്കാടിലെ ആരോഗ്യമേഖലയിൽ വൻ പ്രതിസന്ധി നേരിടുന്ന രാജാക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും അതുപോലെ തന്നെ കോടതി, ഫയർ സ്റ്റേഷൻ, എക്സൈസ് ഓഫീസ് തുടങ്ങി വിവിധ ഓഫീസുകളുടെ നിർമ്മാണത്തിലും ബഡ്ജറ്റിൽ പരാമർശങ്ങളില്ല. ഇത് രാജാക്കാടിനോടുള്ള തികഞ്ഞ അവഗണനയെന്നാണ് കോൺഗ്രസ് ആരോപണം. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖല രാജാക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാജാക്കാടിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്ന രാജാക്കാട് ആരോഗ്യരംഗത്ത് മുല്ലക്കാനം CHC അത് താലൂക്ക് ആശുപത്രിയായി മാറ്റുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് ആളുകൾ കണ്ടത്. പക്ഷെ ബഡ്ജറ്റ് വന്നപ്പോൾ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഹൈറേഞ്ച് എന്ന് പറയുന്നത് മലയോര മേഖലയിൽ ആളുകൾ കൃഷിയാണ് ആളുകളുടെ ഒരു അടിസ്ഥാനപരമായ ജീവിത മാർഗമെന്ന് പറയുന്നത്. പക്ഷെ ആ കാര്യത്തിലും യാതൊന്നുമില്ല. അപ്പോൾ കാർഷിക രംഗത്തില്ല, ആരോഗ്യ രംഗത്തില്ല. രാജാക്കാട് എക്സൈസ് ഓഫീസ്, ഫയർഫോഴ്സ്, കോടതി ഉൾപ്പെടെയുള്ള ഓഫീസുകളുടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് വർഷങ്ങളായി പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിനു വേണ്ട യാതൊരുവിധ നടപടികളും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ ബജറ്റിലെങ്കിലും അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും നിരാശയാണ് ഉണ്ടായതെന്ന വ്യാപാരികളും പറയുന്നു. നിയോജകമണ്ഡലത്തിലെ ബഡ്ജറ്റിൽ ₹130 കോടി അനുവദിച്ചത് നമുക്കൊരു വലിയ ആശ്വാസമാണ്. എന്നിരുന്നാലും രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാക്കാട്ടില് മെയിനായിട്ട് 2 ബൈപ്പാസ് റോഡുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ പ്രതീക്ഷിച്ചിരുന്നതാണ് ബഡ്ജറ്റിൽ അത് ഉൾക്കൊള്ളിക്കുമെന്നുള്ളത്. രാജാക്കാടിന്റെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെങ്കിൽ ആ 2 ബൈപ്പാസ് റോഡുകൾ വന്നെങ്കിൽ മാത്രമേ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുള്ളൂ. അതോടൊപ്പം തന്നെ രാജാക്കാട്ടിലെ ആയുർവേദ ഹോസ്പിറ്റല് അതിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റിൽ യാതൊന്നും കൊള്ളിച്ചിട്ടില്ല. അതുപോലെ എക്സൈസ് ഓഫീസ് വരുമെന്ന് പറഞ്ഞു. എക്സൈസ് ഓഫീസിന് വേണ്ടിയിട്ട് ₹1 പോലും കൊള്ളിച്ചിട്ടില്ല. അതുപോലെ ഫയർ സ്റ്റേഷന് വേണ്ടിയിട്ടും ₹1 പോലും ബഡ്ജറ്റിൽ കൊള്ളിച്ചിട്ടില്ല. നിലവിൽ രാജാക്കാട്, രാജകുമാരി മേഖലകളിൽ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ നെടുങ്കണ്ടം, അടിമാലി, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നത്. അതുപോലെ തന്നെ മേഖലയിൽ ലഹരി ഉപയോഗം യുവാക്കളിലും വിദ്യാർത്ഥികളിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനം രാജാക്കാട് കേന്ദ്രീകരിച്ച് തുടങ്ങണം എന്നുള്ളത് നാട്ടുകാരുടെ നാളുകളായുള്ള ആവശ്യങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.